ഞാൻ ഡോക്ടർ സഫ്ന റിഷാദ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ ആൻഡ് സുപ്രിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പുത്തനത്താണി. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടി വരുന്ന കോവിഡ് കേസുകളെ പറ്റിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ കേസുകൾ കൂടാൻ കാരണം? കാരണം നമ്മുടെ ആരോഗ്യ മേഖല കുറച്ചുകൂടി വിജിലന്റ് ആണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നു, അതുകൊണ്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് ഇപ്പോൾ കോവിഡ് കേസുകൾ പിന്നെയും കൂടാൻ കാരണം? അതായത് ഈ വൈറസ് നശിക്കാത്ത രീതിയിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ വേരിയൻസ് ഉണ്ടാകുന്നു. ഈ പുതിയ വേരിയൻസ് വരുമ്പോൾ അത് പിന്നെയും ഔട്ട് ബ്രേക്സ് ഉണ്ടാക്കുന്നു. ഇനി ഇപ്പോൾ കാണുന്ന ഈ സ്പൈക്കിന് കാരണം ഏതൊക്കെ വേരിയൻസ് ആണ്? പ്രധാനമായും ഒമിക്രോൺ, JN1, IF7, NV1.8 വേരിയൻസ് ആണ് ഇപ്പോഴുള്ള ഈ സ്പൈക്കിന് കാരണം. ഇനി ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്തെല്ലാം? പനി, ശരീരവേദന, ചെറിയ ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്. പിന്നെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ടേസ്റ്റും സ്മെല്ലും പോകുന്നു. ലൂസ് മോഷനും ഛർദിയുമായിട്ടും കാണുന്നു. പക്ഷേ വളരെ സമാധാനകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ആർക്കും തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി ആരൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും ഗർഭിണികൾ, മറ്റ് അസുഖമുള്ള ആൾക്കാരിലേക്ക് ഹാർട്ട് ഡിസീസ് ഉള്ളവർ, കിഡ്നി സംബന്ധമായ അസുഖമുള്ള ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, ക്യാൻസർ രോഗികൾ, പിന്നെ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാർ, ഡയബറ്റിക് പേഷ്യൻസ്, കിടപ്പ് രോഗികൾ, ഇവരൊക്കെയാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ കോവിഡ് പകരുന്നത്? നേരത്തെയൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അസുഖമുള്ള ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് പുറത്തു വരികയും അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക, അനാവശ്യമായ സോഷ്യൽ ഗ്യാതറിങ്സ് ഒഴിവാക്കുക. പിന്നെ അത്രയ്ക്കും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ ഒരു ബൂസ്റ്റർ ഡോസും കൂടി എടുക്കുക. താങ്ക് യു.